അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്താ പറയുക, പെരുന്നാളായിട്ട് നല്ല ചൂടാണ്, പുറത്തിറങ്ങാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് സാദിഖ് ഇസാഖ് വന്ന് വിളിച്ചപ്പോൾ എന്താ പറയുക, വാദിയൊക്കെ നല്ല വെള്ളച്ചാട്ടം ചാടി. അതായത് കഴിഞ്ഞ ആഴ്ച മഴ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തണുത്ത വെള്ളം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക, ഇപ്പോഴത്തെ ഇല്ല കാലാവസ്ഥയിലൊന്ന് ക്ലൈമറ്റ് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ മസ്കത്തിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു 100-130 കിലോമീറ്ററിന് അടുത്ത് വരുന്നുണ്ട്. ഞങ്ങൾ ബറക്കയിൽ നിന്ന് 77 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാം, ബറക്കയിൽ നിന്ന് സാദിഖുമ്പിനൊക്കെ റൂമിൽ വന്ന് ഞങ്ങളെടുത്ത് നേരെ വാദി ഹുക്കൈനിക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഫുള്ള് വാദി ഹുക്കൈനാട്ടാ. വാദി ഹുക്കൈനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒമാനെ പറ്റി പറയണ്ടല്ലോ, ഒരുപാട് എന്താ പറയുക പ്രകൃതി രമണീയമായ ഒരുപാട് സ്ഥലങ്ങളുള്ളതിലുള്ള ഒരു സ്ഥലമാണ് ഈ വാദി ഹുക്കൈന്. അവിടെ കൃഷിയും കാര്യങ്ങളെല്ലാം അവിടെ കൂടുതൽ സാധിക്കാം. അവിടുത്തെ കൃഷി കാര്യങ്ങള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ കൂടുതൽ. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ പറഞ്ഞില്ല, അവിടെ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയണ്ടാവും. അപ്പൊ ഞാൻ ആൾക്കാരെ പരിചയപ്പെടുത്താൻ പറഞ്ഞത് ഇതാണ് സാദിഖ് ഭായിട്ടാ. സാദിഖ് ഇത് സാറ കഫേന്റെ ഓണറാണ്. ഇത് ഇസാഖ് സാദിഖിന്റെ നാട്ടുകാരൻ തന്നെയാണ് അല്ലേ. ഞങ്ങളിവിടെ കുറെ കാലത്ത് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. എന്താ പ്രാവശ്യം ആരും വിളിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ 3 ആൾ തന്നെയാണ് ഇറങ്ങാന്ന് വിചാരിച്ച്. ചൂടായതുകൊണ്ട് ആരും ഇറങ്ങൂല്ല. പിന്നെ അവിടേക്ക് പോകുമ്പോൾ മുങ്ങി കുളിക്കാനുള്ളതുകൊണ്ടേ നീന്തൽ അറിയുന്ന ആൾക്കാരൊക്കെ കൊണ്ടുപോകും വേണം. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വിശേഷങ്ങൾ നമ്മളിതിൽ ബാക്കി അറിയിക്കാം. ഏകദേശം ഒരു ഈവനിങ് ടൈമാണ്. അത്യാവശ്യം റോഡിൽ വലിയ ക്രൗഡൊന്നുമില്ല. നമ്മൾ എക്സ്പ്രസ് വഴി കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മൾ ഹുക്കൈനിൽ എത്താനായിരിക്കുന്നുണ്ടോ. ഇപ്പോൾ ഒന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ട്രാവലിംഗ് കൂടി ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ സ്പോട്ടിലെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ. ഒരുപാട് നേരം ഡ്രൈവ് ചെയ്തതിന് എല്ലാവരും സാദിഖിന് ചായ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ പോണ വഴിക്ക് കേട്ടോ അൽമഹ പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാണ്ടല്ലോ. എണ്ണ ഫുള്ളല്ലേ സാധിക്കാൻ. നമുക്ക് മിഷീൻ ചായ അടിച്ചാലോ, അല്ല കിട്ടുന്ന ചായ ഉണ്ടാവും മിഷീൻ ചായ. പക്ഷെ വേണ്ട, എന്നാൽ അവിടുന്ന് എന്നാൽ നെസ്കഫെ അടിക്കും. ഇപ്പോൾ നെസ്കഫെ. അപ്പോൾ നമ്മൾ ഫൈനലി നെസ്കഫെ അടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അത് അടിച്ചാലൊന്ന് ഒരു എനർജി ആവും. എന്നാലും നമുക്കൊന്ന് നീന്തി കുളിക്കാനൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചായ എന്താ പറയുക, കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്യേണ്ടതാണ്. നല്ല അടിപൊളി ചായയാണ്. ओमान जिप से भाई, ओमान जिप से एक पानी भी दे दो. और सलाला कुबूज है, सलाला कुबूज ഇത് കടക്കാണ് നെസ്കഫേണോ? നെസ്കഫേ കേട്ടോ. ഇസാഖ് പറഞ്ഞത് ഇതാണ്. അങ്ങനെ കുറേ നേരത്തെ ട്രാവലിങ്ങിന് ശേഷം നമ്മൾ ഹുക്കൈൻ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് പോകേണ്ടത്. അത് സൂറോട്ടൊക്കെ അങ്ങനെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് വിട്ടാൽ ഫുള്ള് അങ്ങനെയല്ലേ. നമ്മൾ ഹുക്കൈനിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഫൈനലി കൊച്ചു ഗ്രാമത്തിൽ നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ പഴയ ആൾക്കാരാണ്. ഒരു ട്രഡീഷണൽ ലുക്കാണല്ലേ സാധിക്കാൻ. ചിലപ്പോൾ നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ ഭാഗമൊക്കെ ഇങ്ങനെയാണ്. അതുപോലത്തെ സ്ഥലം. പക്ഷെ മല ഉണ്ടായിരുന്നു അതേപോലെ. മലയില്ലെങ്കിലും കണ്ണൂർ ജില്ലയിലുള്ള ഇത് പറഞ്ഞാൽ ഇരിക്കൂർ ഭാഗം ഒന്ന് വൃത്തി ഉണ്ടായി എങ്ങനെയുണ്ട് അതുകൂടെ ഇതിലെ ഇസാഖിന്റെ നാട്ടിൽ ഏതാണ് ഇതിന് എനിക്ക് സാമ്യമായിട്ട് തോന്നുന്ന സ്ഥലം? വേറെ കാര്യം അത് ഞാൻ ഇവിടുത്തെ ടൗൺ ഉണ്ട്. അവിടുത്തെ ഹോട്ടലുകൾ മസുറ എന്ന് പറഞ്ഞാൽ കൃഷിയാന്ന് പറഞ്ഞു കൊടുക്കുക ചെയ്യും. മസുറ എന്ന് പറഞ്ഞാൽ അറബി വേർഡല്ല. ഇവിടുത്തെ നമ്മളെ എന്താ പറയുക, വീഡിയോ കാണുന്ന ആർക്ക് മാത്രം മനസ്സിലാവില്ല. ശരിക്ക് അതായത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നില്ല സ്ഥാപനങ്ങൾ, ചെറിയ കടകൾ. 2 നിലയുള്ള മീൻസ് വീട് 1-2 ഉള്ളൂ അല്ലേ. അവിടുത്തെ പൈസ ബാക്കിയൊക്കെ ഒറ്റ നില കെട്ടിടങ്ങളൊക്കെ എന്താ പറയുക ഇതായിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ കൂടുതലുള്ളത്. ഒരുപാട് അതായത് ഇവർ ആ ട്രഡീഷണൽ ആ ട്രെൻഡിങ് ഇവർ കീപ്പ് ചെയ്യണം. അതാണ് നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങൾ. ഫുള്ള് കൃഷിയായിട്ട് സാധിക്കും അവിടെ. മെയിനായിട്ട് കൃഷിത്തോട്ടങ്ങളാണല്ലേ. അത് കണ്ട അത് അങ്ങനെയുള്ള പുരാതന സ്ഥലമുണ്ട്. അത് പണ്ട് ഇവിടെയുള്ള ഗോത്രങ്ങൾ അപ്പുറം ഇപ്പുറം ഇത് അതിന്റെ ചരിത്രം എങ്ങനെയാണ്. പല ഗോത്രങ്ങളുണ്ടായിരുന്നു ആ സമയത്തുള്ള ഒരു അന്നത്തെ വീട് പങ്കിടില്ല. അങ്ങനെ ഫൈനലി നമ്മളവിടെ റീച്ച് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ താഴോട്ടാണ് നമുക്കുള്ള ലൊക്കേഷൻ വരുന്നത്. മുകളിലൊക്കെ ഒരുപാട് കൃഷികളും കാര്യങ്ങളും വരുന്ന സ്ഥലങ്ങളാണ്. എന്താ പറയുക, ആംബിയൻസ് ടെസ്റ്റ് ഇല്ലാത്ത ആംബിയൻസാണ്.
നമ്മൾ ചെക്കന്മാർ ഇറങ്ങുന്നുണ്ട്. നമ്മൾ വന്ന വണ്ടി കേട്ടത് പടക്കം പൊട്ടിക്കുന്നതാണ്. ഏകദേശം കുറച്ച് നടക്കാനുണ്ട്, ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. നമ്മളെന്താ പറയാ കുളിക്കാനുള്ള സ്ഥലത്ത് കിട്ടാ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. ഇത് നിൽക്കോണ് എല്ലാവരും ലീവ് ആയതുകൊണ്ട് വന്നതാവും. സംഭവം ഞങ്ങളോട് വന്ന വഴിയൊന്ന് ചെറുതായിട്ട് തെറ്റിയിരിക്കണം. ഡെസ്റ്റിനേഷൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഫസ്റ്റ് കാണുന്നതല്ല, സെക്കൻഡിൽ പോകണം. അവിടെയാണ് ഒരുപാട് എന്താ പറയുക നല്ല വെള്ളം കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ മഴ പെയ്യുന്ന സമയങ്ങളിൽ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണാം മിനിസ്ട്രീൻ്റെ ഒരു ബോർഡൊക്കെ ഉണ്ടാവും സ്വിമ്മിങ്ങിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഏതായാലും വന്നതല്ലേ വെച്ചിട്ട് ഞങ്ങൾ താഴോട്ടൊന്ന് ജസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം ഫാമിലിയും ബാച്ചിലേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ തീരെ വെള്ളമില്ല, വെള്ളം വളരെ കുറവായിരുന്നു. ശൂരി വെള്ളത്തിൽ ചോട്ടിക്കോ, വെള്ളത്തിൽ ചോട്ടിക്കോ. സാധികൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ഫസ്റ്റ് പോയത് ഞങ്ങൾ എന്തായാലും എന്താ പറയുക മൂഞ്ചിക്കണ്. അവിടെ വെള്ളമില്ല, പക്ഷെ രണ്ടാമത്തെ സ്ഥലം നോക്കി വന്നാണ്. ഇപ്രാവശ്യം മഴ ചെറുതായിട്ട് പെയ്തിക്കണ്. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ കിട്ടും, അവിടെ ഇറങ്ങരുത്. അവിടത്തേക്കാട്ടി അടിപൊളിയാണ് ഇവിടെ. പക്ഷെ വെള്ളം നല്ല മഴ ചെയ്തിട്ടുള്ള സമയത്തായിട്ട് രണ്ടിടത്ത് നല്ല വെള്ളം ഉണ്ടാവും. പക്ഷെ അതാണ് ഒറിജിനൽ മിനി സലാല തന്നെ പറയും. ഫുള്ള് കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സംഭവം വരുന്നത്. അപ്പോൾ നമുക്കത് നോക്കി വെക്കാം. ഈ ഡെസ്റ്റിനേഷനിൽ അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് പോയെടുത്ത് ഇത്രയൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ സാധിക്കും. അതൊക്കെ പാഞ്ഞ് വരുന്നുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. ഫൈനലി നമ്മളൊരു 4 മിനിറ്റ് ട്രാവലിങ്ങിന് ശേഷം ഇതാണ് നമ്മൾ ഒറിജിനൽ ലൊക്കേഷൻ. അപ്പോൾ അതാ ഇവിടെ സെയിം ബോർഡും നമ്മൾ അതായത് മിനിസ്ട്രീൻ്റെ ഒരുപാട് ഇത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ ഇവിടെ ഒരു രക്ഷയില്ലാത്ത ക്രൗഡാട്ടോ. ഇതൊക്കെ ചെറിയ ഭാഗമാണ്. മെയിൻ ഭാഗത്തേക്ക് നമുക്ക് അപ്പുറത്തേക്കാണ് പോകുന്നത്. നീന്തൽ അറിയാത്തവരും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കുളിക്കുക, ഫാമിലിയും കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് ഹൈക്ക് ചെയ്യാനും കുറച്ച് എന്താ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആണെങ്കിൽ എന്താ പറയുന്നത് ലാസ്റ്റ് എൻഡ് വരെ നിങ്ങൾക്ക് പോകാൻ കഴിയും. അവിടെയാണ് ശരിക്കും ലൊക്കേഷൻ വരുന്നത് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷനാണ്. എന്താ പറയുക, എന്തായാലും ഫസ്റ്റ് ഇത് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ രണ്ടാമത്തേൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സ്ഥലം വിസിറ്റ് ചെയ്യാത്തവർ എന്തായാലും വിസിറ്റ് ചെയ്തോണ്ട് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. ഓക്കെ സാധിക അവിടെ ഇരുന്ന് കേട്ടോ. ഞാൻ ഈ സ്ഥലം കൂടി പോകുന്നതാണ്. ഓക്കെ നല്ല അടിപൊളി പ്ലേസാണ്. നമ്മളിനി നല്ല വെള്ളമുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. 2-3 വെള്ളത്തിൻ്റെ ചാട്ടത്തിലൂടെ നമ്മൾ വന്നിട്ട് വീണ്ടും ഒരു ഒഴിഞ്ഞ സ്ഥലം കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും പോയതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ ഹിഡൻ സ്പോട്ട്. ഇവിടെ എന്താ പറയുക എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല. എന്താ പറയുക നീന്താൻ അറിയണം. പിന്നെ കുറച്ച് സാഹസിക കാര്യങ്ങളൊക്കെ ഉള്ളവർ മാത്രം വന്നാൽ മതി. ഫാമിലി ആയിട്ടൊന്നും മാക്സിമം വരാതിരിക്കുക. ഇവിടെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് നമ്മൾ അവിടെ കണ്ടതിനെക്കാളും കൂടുതൽ ക്രൗഡ് ഇവിടെ ഉണ്ട്. പിന്നെ എന്താ പറയുക 2 നിലയിലും പാറകളുള്ള അതിൻ്റെ നടുവിലൂടെയാണ് ഈ സംഭവം വരുന്നത്. ഒക്കെ ഒരു രക്ഷയില്ല. എന്തായാലും നമ്മളിവിടെ നിന്നാണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്താ പറയുക അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. എന്തായാലും വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എന്താ ഒന്ന് ആസ്വദിച്ച് വരാനുള്ള പരിപാടിയാണ്. പിന്നെ നാട്ടിലെ മഴയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താ പറയുക നാട് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേടും കൂടി ഇവിടെ തീർക്കാന്നുള്ള പരിപാടിയാണ്. ഇതിൻ്റെ എൻഡിലേക്കൊക്കെ പോയാൽ എന്താ മൊബൈൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും നമ്മൾ അതിനുള്ള കാര്യങ്ങളും ക്യാമറയും കാര്യങ്ങളൊക്കെ വേറെ തന്നെ സെറ്റ് ചെയ്യും. എന്താ ഒരു രക്ഷയില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് നമ്മൾ ഇറങ്ങുന്ന ഭാഗം മാത്രമേ ഉള്ളൂ ഇത് സേഫ്. പിന്നെയുള്ളതൊക്കെ അത്യാവശ്യം എന്താ പറയുക നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത ഇത് തന്നെയാണ്. നീന്തൽ അറിയാവുന്നവരൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നമുക്ക് പിന്നെ കുറച്ച് നമുക്ക് എന്നാലും കിട്ടുന്ന സ്ഥലങ്ങൾ തന്നെയാണ് വരുന്നത്. ഓക്കെ അങ്ങനെ എന്തായാലും ഞാനൊന്ന് കയറി ചാടാൻ വേണ്ടിയിട്ടൊന്ന് പോയി നോക്കിയതാ. ഫസ്റ്റ് ചാട്ടം എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. പിന്നെ അത്യാവശ്യം നല്ല ക്രൗഡുള്ള ഞങ്ങൾ എത്താനുള്ള സമയം വൈകിയിട്ടുണ്ട്. അത്യാവശ്യം ക്രൗഡും ഉണ്ട്. പിന്നെ എന്തായാലും ഒരു ഫ്രീ ടൈമിൽ എന്തായാലും ഞങ്ങൾ ഇതേപോലെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ചാടി ട്രൈ ചെയ്യാന്നുള്ള ഇതിൽ കയറിയതാണ്. പിന്നെ എന്തായാലും നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഒരുപാട് വാദികൾ പോയിട്ടുണ്ടെങ്കിലും എല്ലാ വാദിക്കും അതിൻ്റേതായ ഒരു സ്പെഷ്യൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതും അതേപോലെ തന്നെയാണ്.
പിന്നെ വെള്ളത്തിന് എന്താ പറയുക, നല്ല അടിപൊളി തണുപ്പാണ് വരുന്നത്. ഒമാനിലുള്ളവരൊക്കെ ഒരു വട്ടെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. സാക്ക് എങ്ങനെയുണ്ട്? വെള്ളം എങ്ങനെയുണ്ട്? രക്ഷയില്ല, തണുപ്പ് എങ്ങനെയുണ്ട്? ഒന്ന് മുങ്ങി കാണിച്ചു കൊടുത്താ. സാക്കിന്റെ മുടി കണ്ടില്ല നിങ്ങള്? അതാഴം കൂടി ക്യാമറ ഇപ്പൊ മുങ്ങു. ഓ നൈസ്. തണുപ്പുള്ള അടിപൊളിയായിട്ട്. ഇങ്ങനെ ഫൈനലി എന്താ പറയുക, നമ്മളെ പരിപാടിക്ക് കഴിഞ്ഞു. അത്യാവശ്യം നല്ല അടിപൊളിയായി കുളിച്ചു. അത് ഏകദേശം ഇരുട്ടായി കേട്ടോ. അവിടുന്ന് പോകാനുള്ള പരിപാടിയിലാണ്. ഇവിടെയൊക്കെ അതൊക്കെ ചെറുകിട പരിപാടികളാണ്. അതായത് കുറച്ച് വെള്ളമുള്ള ഫാമിലിക്കൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല വീഡിയോ നമ്മൾ ഇനിയും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.